छात्रों, हम आज देखते हैं 1981 का साल 1981 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് കാണാം. 1981 का साल 1981 കാലഘട്ടം രാജസ്ഥാൻ में ജയ്പൂർ के नज़दीक ഫുലേര ജംഗ്ഷൻ, രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപമുള്ള ഫുലേര എന്ന് വിളിക്കുന്ന ജംഗ്ഷൻ. ജയ്പൂർ के नज़दीक सवारी गाड़ियाँ और माल गाड़ियों से सदा भरा फुलेरा जंक्शन. ജയ്പൂരിന് സമീപം സവാരി ഗാഡി യാത്രാവാഹനങ്ങളാലും മാൽ ഗാഡി ചരക്ക് വാഹനങ്ങളാലും സദാബര എപ്പോഴും തിങ്ങി നിറഞ്ഞ ഫുലേര എന്ന് വിളിക്കുന്ന ജംഗ്ഷൻ. കസ്ബേസെ ഈ ചെറിയ പട്ടണത്തോട് ലഗ്ഭഗ് സൂനി തങ് ഗലിയാം, ഈ ചെറിയ പട്ടണത്തോട് ചേർന്ന് ലഗ്ഭഗ് സൂനി ഇടതൂർന്ന തെരുവുകൾ നമുക്ക് കാണാൻ കഴിയും. ഖലിയോമേ ഖാമോഷ് ഗഡെ ബിജലി കെ ഗംബെ, ഓരോ തെരുവുകളിലും നിശബ്ദമായി നിൽക്കുന്ന ബിജലി കെ ഗംബെ വൈദ്യുത തൂണുകളെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഓർ ഗംബോങ് കെ ബീച്ച് ഗിഞ്ചി, ഈ ഗംബോങ് കെ ബീച്ച്, ഈ വൈദ്യുത ലൈനുകൾക്കിടയിൽ വലിച്ചു നിൽക്കുന്ന താറോം കി കതാരെ, വൈദ്യുത ലൈനുകളുടെ നിരകൾ തന്നെ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു. ദൂസരെ ഗംബെ കെ ബീച്ച്, ഒരു തൂണിനും മറ്റൊരു തൂണിനും ഇടയിലായിട്ട് വലിച്ചു നിർത്തിയിരിക്കുന്ന ക്യാ ഹേ താറോം കി കതാരെ, വൈദ്യുത ലൈനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിരനിരയായിട്ട് കാണാൻ കഴിയും. കാരോം കി കതാരെ തതാർ കർത്തോത്തി ഹേ നിരകൾ. തോ ഇൻ ഗംബോങ് കെ ബീച്ച്, ഈ തൂണുകൾക്കിടയിലൂടെ क्या हम देख सकते हैं, तारों की कतारें, वैद्युत ലൈനുകളുടെ നിരകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, देख सकते हैं. इन गलियों में जहाँ तहाँ दिखाई पड़ती है. इन गलियों में, ഈ തെരുവുകളിൽ जहाँ तहाँ, वहाँ यहाँ, അവിടെയും ഇവിടെയുമായിട്ട് हम दिखाई देख सकते हैं, നമുക്ക് കാണാൻ കഴിയുന്നു. दिखाई देना കാണപ്പെടുക. इन गलियों में जहाँ तहाँ दिखाई पड़ती है, ഈ തെരുവുകളിൽ അവിടെയും ഇവിടെയുമായിട്ട് हम देख सकते हैं, നമുക്ക് കാണാൻ കഴിയുന്നു. മീട്ടി ഘണ്ടിയാ ബജാത്തെ, മധുരമുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഫേരി വാലെ. കോൺ ഹെ ഫേരി വാലെ? ഫേരി വാല എന്താണ്? സാധനങ്ങൾ ചുമന്ന് നടക്കുന്ന ആളുകൾ. അപ്പോൾ മധുരമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഇത്തരം ഫേരി വാലെ, ചുമന്ന് നടക്കുന്ന ആളുകൾ, ഉസേ ബി ഹം ദേഖ് സക്തേ ഹെ, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യഹാൻ ദേഖ് സക്തേ ഹെ, ഇവിടെ കാണാൻ കഴിയും. എക് അന്ധേരി സി ഗലി, കൂടാതെയോ എക് അന്ധേരി സി ഗലി, എന്താ അന്ധേരി ഗലി എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ ഒരു തെരുവ്. एक अंधेरी सी गली में, ഒരു ഇരുട്ട് നിറഞ്ഞ തെരുവിൽ छह सात गधों की घुरों की टापों की आवाज़ें, छह सात, ആറോ ഏഴോ ഗധ, ഗധ കർത്ത് होती है ഗധ, കഴുതകൾ. तो गधों की घुरों की टापों की आवाज़, കഴുതകളുടെ घुरों की टापों की आवाज़ यानी കുളമ്പടി ശബ്ദവും हम सुन सकते हैं. यहाँ हम इस गलियों से चलते, ഈ തെരുവിലൂടെ സഞ്ചരിക്കുന്ന ഗധോं की घुरों की टापों की आवाज़, കഴുതകളുടെ घुरों की टापों की आवाज़, കുളമ്പടി ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഉൻകെ പീछे ചൽത്ത, അവരുടെ പുറകിലായിട്ട് സഞ്ചരിക്കുന്ന ഏക് ബദൻ ഉഖാടെ, അർദ്ധവസ്ത്രധാരികളായ, ഏക് ബദൻ ഉഖാടന അർദ്ധവസ്ത്രധാരികളായ കുംഹർ, കുംഹർ കോൺ ഹോത്തി ഹെ, കുശവന്മാർ, യാനി മൺപാത്ര നിർമ്മാണക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഇൻകെ പീछे ചൽത്താ ഹുവ, ഈ കഴുതകൾക്ക് പുറകിലായി സഞ്ചരിക്കുന്നതായിട്ട് ഹം ദേഖ് സക്തേ ഹെ, നമുക്ക് കാണാൻ കഴിയുന്നു. ഇസി ദൃശ്യക്കെ ബീച്ച്, ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ കാഴ്ചകൾക്കിടയിലൂടെ ഗുസർത്തെ ഹുയെ, കടന്നു പോകുന്ന ദോ സ്കൂലി ബച്ചോं को भी हम देख सकते हैं, രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെയും നമുക്ക് കാണാൻ കഴിയുന്നു. കോൺ ഹെ വോ ബച്ചെ, ആരാണ് ആ കുട്ടികൾ? ബേല ഓർ സാഹിൽ, ബേലയും സാഹിലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു. ഉൻ ദിനോ, ആ ദിവസങ്ങളിൽ पेन में 5 पैसे में नीली स्याही भरा जाती है. पेन में 5 पैसे में, പേനയിൽ 5 പൈസ, 5 പൈസ ഉണ്ടെങ്കിൽ നീലി സ്യാഹി ഭരി ജാത്തി തി, നീല മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. കഹാൻ സെ? ദുഖാൻ സെ, കടയിൽ നിന്നും. ഉൻ ദിനോ, ആ ദിവസങ്ങളിൽ അഗർ 5 പൈസെ ഹമാരെ പാസ് ഹെ, 5 പൈസ ഉണ്ടെങ്കിൽ നീലി സ്യാഹി, നീല മഷി എന്ത് ചെയ്യുമായിരുന്നു, നിറച്ചു കൊടുക്കുമായിരുന്നു. ദുഖാൻ സെ, കടയിൽ നിന്നും. स्टेशनरी दुकान वाले, तो स्टेशनरी दुकान वाले, स्टेशनरी कड़कार ड्रॉपर की सहायता से, ड्रॉपर इस्तेमाल करके क्या करते थे, पेन में स्याही भर देती थी, പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു.
ആരാണ് പേനയിൽ മഷി നിറച്ചു കൊടുക്കുന്നത്? സ്റ്റേഷനറി ദുഖാൻ വാലെ. ഓ ഡ്രോപ്പർ की सहायता से ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ട് പെൻമേ സ്യാഹി ഭർത്തി ദി, പേനയിൽ എന്ത് ചെയ്യുമായിരുന്നു? മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. പെൻമേ കുച്ച് സ്യാഹി ബച്ചി ദി, പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, അത് സാഹിൽ എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ, നിലത്ത് ചിടക് ദിയ. എന്താ ചിടക്ന എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളയുക. और നീലി സ്യാഹി ബർവാനെ, നീല മഷി നിറക്കുവാൻ വേണ്ടി ദുഖാൻ പർ പഹുഞ്ചെ, എവിടെ എത്തുകയും ചെയ്തു? ദുഖാൻ, കടയിലെത്തുകയും ചെയ്തു. ഏക് പെൻ സ്യാഹി ബർദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരുമോ? സാഹിൽ സെ പെഹലെ ബേലാനെ ദുഖാൻ വാലെ ഭയ്യാസെ കഹ, സാഹിലിന് മുൻപ് തന്നെ ബേല ആരോട് പറഞ്ഞു? ദുഖാൻ വാലയോട്, കച്ചവടക്കാരനോട് കഹ പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി കാലി ഹോഗി, ദുക്കാൻദാർ എന്താ പറയുന്നത്? ബേട്ട, മകനെ, സ്യാഹി കി ബോത്തൽ, മഷിക്കുപ്പി, അഭി അഭി, ഇപ്പോഴാണ്, ഖാലി ഹോഗൈ, എന്ത് ചെയ്തത്? കാലി ഹോജാന, കഴിഞ്ഞു പോയത്. ബേട്ട സ്യാഹി കി ബോത്തൽ, മഷിക്കുപ്പി, അഭി അഭി ഖാലി ഹോഗൈ, ഇപ്പോഴാണ് കഴിഞ്ഞു പോയത്. ഓർ അബ് തോ കൽ ഹി മിൽ പായെങ്കി, ഇനി എന്ത് ചെയ്യുള്ളൂ? നാളെയേ ലഭിക്കുകയുള്ളൂ. കോൺ കഹ, ആര് പറയുന്നു? ദുഖാൻ വാല ഭയ്യാനെ കഹ, കച്ചവടക്കാരൻ പറഞ്ഞു. ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി ബച്ചി ദി, എന്നാൽ ബേല പറയാണ്, ലേക്കിൻ ഇസ്നെ തോ, ഇവൻ, പെൻമേ ജോ സ്യാഹി ബച്ചി ദി, പേനയിൽ ബാക്കി ഉണ്ടായിരുന്ന മഷി, ഓ ജമീൻ പർ ചിടക് ദിയ, അത് എന്ത് ചെയ്ത് കളഞ്ഞിരിക്കുന്നു? ജമീൻ പർ, നിലത്ത്, ചിടക് ദിയ, കുടഞ്ഞു കളഞ്ഞിരിക്കുന്നു. ആരാണ് അങ്ങനെ ചെയ്തത്? സാഹില്. പെൻമേ ജോ സ്യാഹി ബച്ചി ദി, പേനയിൽ ബാക്കി ഉണ്ടായിരുന്ന മഷി പോലും ജമീൻ പർ ചിടക് ദിയ, നിലത്ത് എന്ത് ചെയ്തു? കുടഞ്ഞു കളഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നയി സ്യാഹി ബർവാനെ കേലിയെ, പുതിയ മഷി നിറക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോനോ കഹാം പहुंचे, എവിടെ എത്തിയിരിക്കുന്നത്? दुकान पर पहुंचे. दुकान पर पहुंचने के पहले साहिल ने क्या किया? पेन में बची स्याही जमीन पर छिड़क दिया. लेकिन पेन में वो दुकान में स्याही बाकी है क्या? नहीं, वो दुकान में स्याही की बोतल खत्म हुई थी. എന്നാൽ ആ പേനയിൽ മഷി ബാക്കി, ആ കടയിൽ മഷി ഉണ്ടായിരുന്നോ? नहीं, वो दुकान में स्याही की बोतल खत्म हुई थी. ആ കടയിൽ എന്ത് ചെയ്തിരുന്നു? മഷിക്കുപ്പി എല്ലാം തീർന്നു പോയിരുന്നു. तो दुकान में पहुंचने पर उन्हें मालूम हुआ वहाँ स्याही की बोतल खत्म हो गई. तो दुकान वाले भैया ने क्या कहा? എന്താണ് അവരോട് പറഞ്ഞത്? बादल को देखकर घड़े को नहीं डुलाना चाहिए. എന്താണ് ബാദൽ എന്ന് പറഞ്ഞാൽ? ബാദൽ, മേഘങ്ങൾ. ബാദൽ കോ देखकर, മേഘങ്ങളെ കണ്ട്, घड़े को नहीं डुलाना चाहिए. घड़ा इसका अर्थ क्या है? കുടം. घड़े को डुलाना, കുടം കമഴ്ത്തി വെക്കുക. तो बादल को देखकर घड़े को डुलाना എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേഘങ്ങളെ കണ്ട് കുടം കമഴ്ത്തി വെക്കുക. ഇതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി തിടുക്കത്തിൽ പെട്ടെന്ന് തീർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇപ്രകാരത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ തിടുക്കപ്പെട്ട് മഷി ലഭിക്കുന്നതിന് മുൻ എന്ത് ചെയ്തു? പേനയിലെ മഷി നിലത്ത് കുടഞ്ഞു കളയുന്ന സാഹിലിൻ്റെ പ്രവൃത്തിയാണ് ദുഖാന്തർ എന്ന് പറഞ്ഞത്. ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഡുലാന ചാഹിയെ എന്ന വാക്കിലൂടെ പറയുന്നത്. तो ദുഖാന്താർ സാഹിലിനോടും ബേലയോടും എന്താ പറയുന്നത്? ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഡുലാന ചാഹിയെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോയ് കാം ഹമേ ജൽദ്ബാസി മേ നഹി കർണാ ചാഹിയെ. ഒരു പ്രവൃത്തിയും നമ്മൾ എങ്ങനെ ചെയ്യാൻ പാടില്ല? വളരെ തിടുക്കപ്പെട്ട് ചെയ്യാൻ പാടില്ല. ദുക്കാൻദാർ ഐസാ ക്യോ കഹ എന്ന് സൈഡിൽ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം എഴുതുമ്പോൾ എന്താ പറയുക? അവിടെ നമുക്ക് എന്ത് ഉത്തരം എഴുതാൻ കഴിയണം? ഉത്തരം ഇങ്ങനെ എഴുതണം: സാഹിലിനെ നई स्याही मिलने से पहले कलम की स्याही ज़मीन पर छिड़क दिया. സാഹിൽ എന്ത് ചെയ്തു? നई स्याही मिलने से पहले, പുതിയ മഷി കിട്ടുന്നതിന് മുന്നേ, കലം की स्याही ज़मीन पर छिड़क दिया, പേനയിലെ മഷി എന്ത് ചെയ്തു? നിലത്ത് കുടഞ്ഞു കളഞ്ഞിരുന്നു. लेकिन दुकान में स्याही की बोतल खत्म हो गई थी. എന്നാൽ കടയിൽ എന്ത് ചെയ്തിരുന്നു? സ്യാഹി की बोतल, മഷിക്കുപ്പി കഴിഞ്ഞു പോയിരുന്നു. इसलिए दुकानदार ऐसा कहा. അതുകൊണ്ടാണ് കച്ചവടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. സാഹിൽ नई स्याही मिलने से पहले कलम की स्याही ज़मीन पर छिड़क दिया और दुकान में स्याही की बोतल
ഖതം ഹോ ഗയി थी इसलिए दुकानदार ऐसा कहा. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. എന്നിട്ട് ദുക്കാൻദാർ അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? ദുഖാൻ വാലെ ഭയ്യേനെ കഹ, കച്ചവടക്കാരൻ പറയുകയാണ്, പൂച്ച കോൺസി മേ പഠിത്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആര് ചോദിക്കുകയാണ്? ദുഖാൻ വാല ഭയ്യ അവരോട് ചോദിക്കുക. तो बच्चे क्या कहते हैं? എന്താണ് കുട്ടികൾ പറയുന്നത്? പാഞ്ച്വി മേ. എത്രാം ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ്. പാഞ്ച്വി മേ പഠിത്തേ ഹോ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിൽ ഐസെ ബുരേ മനസേ കഹ, സാഹിൽ എങ്ങനെയാണത് പറയുന്നത്? ഐസെ ബുരേ മനസേ, ഇത്തരം ഇഷ്ടമില്ലാത്ത രീതിയിൽ, താല്പര്യമില്ലാത്ത രീതിയിൽ സാഹിൽ പറയുകയാണ്. ജേസെ പാഞ്ച്വി മേ പഠന, ഏതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊയ് ബഡി പാപ് ഹോ, ഒരു വലിയ തെറ്റ് എന്ന രീതിയിലാണ് ആര് പറയുന്നത്? സാഹിൽ പറയുന്നത്. സാഹിൽ എങ്ങനെ പറഞ്ഞത്? പാഞ്ച്വി മേ. ഏസെ കേസെ ബത്തായ, എങ്ങനെ പറയുന്നത്? ഈ പാഞ്ച്വി മേ പഠന കൊയ് ബഡി പാപ് ഹോ, ഒരു വലിയ തെറ്റ് എന്ന രീതിയിലാണ് ആര് പറയുന്നത്? സാഹില് പറയുന്നത്. ദുക്കാൻ വാല ഭയ്യ ക്യാ പൂछते हैं? दोनों, രണ്ടുപേരും. ദുക്കാൻ വാല ഭയ്യാനെ കഹ, दोनों രണ്ടുപേരും. ദുക്കാൻ വാലെ ഭയ്യേനെ കഹ, ദുക്കാൻ വാല കച്ചവടക്കാരൻ അവരോട് ചോദിക്കണം, തും ദോനോ, നിങ്ങൾ രണ്ടുപേരും പാഞ്ച്വി മേ പഠിത്തേ ഹോ, 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ദോനോനെ ഹം ദോനോ, അവരെ പറയാണ്, ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും. ഹാ ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും. ഹം ദോനോ കെ സെക്ഷൻ ബി ഏക് ഹി ഹെ, ഹം ദോനോ കാ സെക്ഷൻ, ഞങ്ങളുടെ സെക്ഷൻ കാ അർത്ഥം ഹോത്തി ഹെ ഡിവിഷൻ. ഞങ്ങൾ ഏത് സെക്ഷനിലാണ് പഠിക്കുന്നത് വെച്ചാൽ ഹം ദോനോ കാ സെക്ഷൻ, ഞങ്ങളുടെ ഡിവിഷനും ഏക് ഹി ഹെ, ഒന്ന് തന്നെയാണ്. ഓ കോൺസെ സെക്ഷൻ മേ പഠിത്തേ ഹോ? ദോനോ പാഞ്ച്വീം കക്ഷാ മേ എ സെക്ഷൻ മേ പഠിത്തേ ഹോ, എ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബേല ഐസാ ഖുഷ് ഹോക്കർ ബത്തായ, ബേല എങ്ങനെയാണിത് പറയുന്നത്? ഐസെ ഖുഷ് ഹോക്കർ, സന്തോഷത്തോടു കൂടി പറയുകയാണ്. ജैसे कोई बड़ी बात बताती हो, ഇതുപോലെ ഒരു വലിയ കാര്യം പറയുന്നത് പോലെ. ബഡി ബാത് കർത്ത് ഹോത്തി ഹെ ബഡാ ബാത്ത്, യാനി വലിയ കാര്യം പറയുന്നത് പോലെയാണ് ആര് പറയുന്നത്? ബേല कहती है. ക്ലാസ് മേ ഹം ദോനോ പാസ് പാസ് बैठते थे, കൂടാതെ ക്ലാസ് മേ ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും പാസ് പാസ് बैठते थे, അടുത്തടുത്താണ് ഇരിക്കുന്നത്. ആരൊക്കെയാണ് അടുത്തടുത്തിരിക്കുന്നത്? ബേല ഓർ സാഹിൽ ക്ലാസ് മേ പാസ് പാസ് बैठते थे, അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇനി कॉपी में काम करते समय क्या अर्थ होती है? कॉपी में काम करना, कॉपी में काम करना നോട്ട് എഴുതുക. तो कॉपी में काम करना यानी लिखते समय, എഴുതുന്ന സമയത്ത് दोनों कॉपी में काम करते हैं, രണ്ടുപേരും എന്ത് ചെയ്യുന്നു? एक ही तरह कॉपी में लिखते हैं, ഒരുപോലെ കോപ്പിയിൽ എഴുതുന്നു. और किताब पढ़ते समय, ഇനിയോ പുസ്തകങ്ങൾ വായിക്കുന്ന സമയം, किताब पढ़ते समय वे दोनों क्या करते थे? किताब पढ़ते थे, പുസ്തകം വായിക്കുന്ന സമയത്തും അവരെന്ത് ചെയ്യുന്നു? एक ही समय एक ही तरह किताब पढ़ते हैं, പുസ്തകം വായിക്കുന്നു. बल्कि മറിച്ചോ പാഠ് ബി एक ही पढ़ते हैं, പാഠങ്ങൾ പോലും ഒന്ന് തന്നെയാണ് അവരെന്ത് ചെയ്യാറുള്ളത്? വായിക്കാറുണ്ട്. അതിന് ഉദാഹരണം താഴെ കൊടുക്കുന്നുണ്ട്. സാഹിൽ പറയുന്ന ഒരു വാക്ക് താഴെ നോക്കൂ. സാഹിൽ ചമക്കുടി सन 57 की वो तलवार पुरानी थी. ചമക്കുടി सन 57 की, ചമക്കുടി सन 57 എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കമാർന്ന सन 57 की, 57 കാലഘട്ടത്തിലെ വോ തൽവാർ, ആ വാള്, പുരാനീതി പഴയതായിരുന്നു. 57 കാലഘട്ടത്തിലെ ആ വാള്, ചമക്കുടി തിളക്കമുള്ള വാൾ എങ്ങനെയുള്ളതായിരുന്നു? പുരാനി പഴയതായിരുന്നു. യേസെ പഠിത്തേ സമയം, ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ബേല ബി വഹി സെൻറ്റൻസ് പഠിത്തി, ബേലയും ആ സെൻറ്റൻസ് തന്നെ പഠിക്കുന്നു. എന്താ പഠിക്കുന്നത്? ചമക്കുടി सन 57 की वो तलवार पुरानी थी, പഴയതായിരുന്നു. ബേല कहती, ബേല ചിലപ്പോൾ പറയാറുണ്ട്, ബഹൻ ജി പാനി പീനെ ചലി ജാവു, ബഹൻ ജി പാനി പീനെ ചലി ജാവു, സഹോദരി വെള്ളം കുടിക്കാൻ പോകാം. കോൺ कहती थी? ബേല പറയുമായിരുന്നു. തബ് സാഹിൽ ബി कहता, ആ സമയത്ത് ആരും പറയുമായിരുന്നു? സാഹിലും പറയുമായിരുന്നു. എന്ത്? ബഹൻ ജി പാനി പീനെ ചലി ജാവോ, ബഹൻ ജി പാനി പീനെ ചലി ജാവോ. അപ്പം ഇത്രയും സെൻറ്റൻസിലൂടെ അവരുടെ സൗഹൃദത്തിൻ്റെ ആ അടുപ്പം, എത്ര അടുത്ത സൗഹൃദമുള്ളവരായിരുന്നു എന്നുകൂടി വ്യക്തമാക്കാനാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണ്?
രാജസ്ഥാനിലെ ജയ്പൂരിന് നസ്ദീക്കുള്ള ഫുലേര ജംഗ്ഷനെ കുറിച്ച് പഠിച്ചു. ആ ജംഗ്ഷൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. പിന്നെയോ പേനയിൽ മഷി നിറക്കാൻ പോയ അനുഭവം അല്ലേ, സാഹിൽ മഷി ലഭിക്കുന്നതിന് മുന്നേ പേനയിലെ മഷി കുടഞ്ഞു കളഞ്ഞതും കടയിലെ മഷി തീർന്നു പോയതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രണ്ടുപേരുടെയും അടുപ്പം ഒന്നുകൂടി വ്യക്തമാക്കാൻ അവർ ഒരേ സെൻറ്റൻസുകൾ ഒരേപോലെ വായിക്കുന്നതും എല്ലാ പ്രവർത്തികളും ഒരുപോലെ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ആ ദുക്കാൻമേ കച്ചവടക്കടയിൽ സാഹിൽ ഒരു ബേല ദുക്കാൻവാറിൻ്റെ ആ സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തെ ഒരു പട്കഥാ രൂപത്തിൽ, ഒരു തിരക്കഥാ രൂപത്തിൽ എഴുതാൻ പറയുമ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? പട്കഥ എഴുതുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സീൻ എത്രയാണെന്ന് എഴുതണം. അപ്പോൾ സീൻ 1 യാ 2 അവിടെ കൊടുക്കുക. പിന്നെ സ്ഥലം ഏതാണെന്ന് കൊടുക്കുക. അതിന് താഴെ സമയ്, കഥാപാത്ര, വേഷ്ഭൂഷ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. സ്ഥാൻ, സമയ്, കഥാപാത്ര, വേഷ്ഭൂഷ. അടുത്തത് സന്ദർഭമാണ്. നമ്മൾ ഈ കാഴ്ചയിൽ പെട്ടെന്ന് കാണുന്ന സന്ദർഭം എന്താണ്? ദോ ബച്ചേ ദുക്കാൻ മേ സ്യാഹി ഭർനെ കെ ലിയെ ആയി ഹെ ഉന്മേ ബാത്തേം ഹോ രഹി ഹെ എന്ന് പറഞ്ഞിട്ട് ആ സന്ദർഭം കൊടുക്കുക. പിന്നെ എന്താണ് വേണ്ടത്? സംവാദ്, കോൺവെർസേഷൻ വേണം, സംവാദം ഉണ്ടാവണം. ആരൊക്കെ തമ്മിൽ? ദുക്കാൻദാറും അതുപോലെ തന്നെ സാഹിൽ ഒരു ബേലയ്ക്കിടയിലുണ്ടാവുന്ന സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്? ആ സംഭാഷണങ്ങൾ താഴെയായിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ എന്താണ്? ആ സന്ദർഭം അവസാനിക്കുന്നു. ദോനോ ബച്ചെ വഹാൻ സെ ചലേ ജാത്തേ ഹെ എന്ന രീതിയിൽ സന്ദർഭം അവസാനിക്കുന്നു. അത് കഴിഞ്ഞാൽ ദൃശ്യ സമാപ്ത് എന്ന് പറയുന്നതോടുകൂടി എന്ത് ചെയ്യണം? ആ കോൺവെർസേഷൻ, ആ പട്കഥ അവസാനിപ്പിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ ഇതേപോലത്തെ എന്ത് ചെയ്യാൻ കഴിയും? മനോഹരമായൊരു പട്കഥ എഴുതാൻ കഴിയണം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്യണം. മനോഹരമായൊരു പട്കഥ എഴുതാൻ നോക്കുക. അതുപോലെ ഇന്നെടുത്ത ഭാഗം നിങ്ങൾ ആവർത്തിച്ച് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. പുതിയ വാക്കുകളുണ്ട്, ആ പുതിയ വാക്കുകളൊക്കെ നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്തി വെക്കണം, അർത്ഥം എഴുതി വെക്കണം. അതുപോലെ സാഹിൽ ഒരു ബേലയും ദുക്കാൻ വാലിയും തമ്മിലുള്ള സന്ദർഭത്തിലെ ഒരു പട്കഥ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ടല്ലേ, അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് ഉത്തരം എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഉദാഹരണമായിട്ട് സാഹിൽ और बेला दुकान में क्यों पहुँचे, എന്തിനാണ് എത്തിയത്? स्याही भरने के लिए. दुकान में पहुँचने से पहले साहिल ने क्या किया, എന്താണ് ചെയ്തത്? कलम की स्याही ज़मीन पर छिड़क दिया. क्या दुकान से स्याही उनको मिला? नहीं, दुकान में स्याही की बोतल ख़त्म हो गई थी. बादल को देखकर घड़े को नहीं डुलाना चाहिए എന്നതുകൊണ്ട് എന്താണ് ദുക്കാൻ വാല ഉദ്ദേശിച്ചത്? स्याही मिलने से पहले साहिल ने कलम की स्याही ज़मीन पर छिड़क दिया, इसलिए दुकानदार इससे कहते हैं. इनी साहिലും बेलയും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? दोनों 5वीं कक्षा में पढ़ते हैं. और कौन सी सेशन में? सेशन ए में पढ़ते हैं अല്ലേ. और दोनों पढ़ते समय लिखते समय एक ही तरह काम करते हैं. ഇന്നടുത്ത ഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക. ദുക്കാൻദാർ ഭയ്യ, സ്റ്റേഷനറി കട, അതുപോലെ സൂനി തങ്ക് ഗലിയാം, ഇടതൂർന്ന തെരുവുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. താറോം കി കതാരയും വൈദ്യുത ലൈനുകളെക്കുറിച്ച് പഠിച്ചു. സാഹിൽ ഓർ ബേലാക്കി ദോസ്തി ഓർ ഗഹരി കേസെ ഹോ ഗയി അതിനെക്കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്നായിട്ട് വായിച്ച് നോക്കണം. അതുപോലെ എന്ത് ചെയ്യണം? പുതിയ പുതിയ വാക്കുകളുണ്ട്, അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.